BA ഹിസ്റ്ററി, അതായത് ബാച്ചിലർ ഓഫ് ആർട്സ് കോഴ്സാണ്. ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം ജോബ് നോക്കുമ്പോൾ പല രീതിയിലുള്ള മേഖലകളും എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. സോ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഓഫീസ് വർക്ക്സ്, അതായത് ഡെസ്ക് വർക്ക്സ് ആയിരിക്കും ഉദ്ദേശിച്ചത്. സോ BA ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഓഫീസ് വർക്ക് അല്ലെങ്കിൽ ഒരു ഡെസ്ക് ജോബ് ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് മനസ്സിലാക്കാനുള്ളത് BA ഹിസ്റ്ററിക്ക് ശേഷം ഇതുപോലെ ഒരു ഓഫീസ് റിലേറ്റഡ്, ഒരു ക്യൂബിക്കിൾ ഓറിയന്റഡ് ജോബിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള കാര്യം തന്നെയാണ്. സോ മനസ്സിലാക്കാനുള്ളത് ഒരു കാര്യമാണ്, BA ഹിസ്റ്ററി ആ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത കൊണ്ട് റിസർച്ച് റിലേറ്റഡ്, അക്കാഡമിക് റിലേറ്റഡ്, ക്ലറിക്കൽ റിലേറ്റഡ് അങ്ങനെയുള്ള മേഖലകളിലേക്കാണ് കൂടുതലായി നമുക്ക് ജോബും അല്ലെങ്കിൽ കരിയറും കണ്ടെത്താൻ പറ്റുന്നത്. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻ കേസ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ, സൂചിപ്പിച്ചതുപോലെ ഓഫീസ് റിലേറ്റഡ് വർക്ക്സിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി BA ഹിസ്റ്ററിക്ക് ശേഷവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ രണ്ട് രീതിയിലുള്ള ഡെസ്ക് ജോബാണുള്ളത്, ക്യൂബിക്കൽ ജോബ്സ് ആണുള്ളത്. ഒന്ന് ഹിസ്റ്ററി സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസ് റിലേറ്റഡ് വർക്ക്സ് വളരെ കുറവാണ്. മറ്റത് ഡിഫറെന്റ് ഫീൽഡാണ്. സോ ഡിഫറെന്റ് ഫീൽഡ് എന്ന് നോക്കുമ്പോൾ നമുക്കവിടെ പല മേഖലകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കമ്പ്യൂട്ടർ റിലേറ്റഡ് മേഖല ഉണ്ടാകാം, കോമേഴ്സ് റിലേറ്റഡ്, അക്കൗണ്ടിങ് റിലേറ്റഡ്, ഫിനാൻസ് റിലേറ്റഡ് മേഖലകൾ ഉണ്ടാകാം. സോ ഇതിൽ ഏത് മേഖലകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആസ് ഒബ്വിയസ് BA ഹിസ്റ്ററി എന്നുള്ളത് ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി കോഴ്സാണ്. സോ ഗ്രാജുവേഷൻ ഡിഗ്രി കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഒരു മേഖല മാറി വേറൊരു മേഖലയിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും നല്ല ഒരു ചോയ്സ് എന്നുള്ളത് ഡിപ്ലോമ കോഴ്സും അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകളുമാണ്. സോ ഡിപ്ലോമ കോഴ്സും സർട്ടിഫിക്കേഷൻ കോഴ്സും രണ്ടാണ്. അവ തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. എന്താണ് വ്യത്യാസം എന്നറിയാൻ വേണ്ടി ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി എപ്പിസോഡിൽ ചെയ്ത വീഡിയോയുടെ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ മിനിമലായി പറയുകയാണെങ്കിൽ, ഡിപ്ലോമ കോഴ്സ് എന്നുള്ളത് പൊതുവെ ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റികളും നൽകുന്ന കോഴ്സുകളാണ്. കുറേ കൂടി അക്കാദമിക് തലത്തിൽ ആണ് ഈ സബ്ജക്റ്റിന്റെ സിലബസ് അല്ലെങ്കിൽ ഈ കോഴ്സിന്റെ സിലബസ് രൂപപ്പെട്ടിരിക്കുന്നത്. നേരെ മറിച്ച് സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്നുള്ളത് കുറേ കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പ്രൊഫഷണൽ ബോഡീസ് ആണ് ഇത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻ കോഴ്സ് കുറേ കൂടി സ്കിൽ ഓറിയന്റഡ് ആണ്. അതോടൊപ്പം ഒരു പ്രത്യേക ജോബിലേക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. സോ ഈ രണ്ട് കോഴ്സ് രീതിയും നിങ്ങൾക്ക് അവലംബിക്കാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് മേഖലയാണോ താല്പര്യം? ഒബ്വിയസ്ലി കമ്പ്യൂട്ടർ റിലേറ്റഡ് പല കോഴ്സുകളുമുണ്ട്. ഡിപ്ലോമ തലത്തിലുണ്ട്, സർട്ടിഫിക്കേഷൻ തലത്തിലുണ്ട്. അക്കൗണ്ടിങ് മേഖലയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ടൂറിസം പോലുള്ള കോഴ്സുകളാണ് താല്പര്യം, പക്ഷേ അഗൈൻ അതൊരു ഡെസ്ക് ജോബ് അല്ല. ഡെസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ജോബ് മെയിൻ ആയിട്ടും വരുന്നത് അക്കൗണ്ടിങ്, കോമേഴ്സ് മേഖലയിലും കമ്പ്യൂട്ടർ ടെക്നോളജി റിലേറ്റഡ് മേഖലകളിലുമാണ്. സോ ഈ രണ്ട് സ്ട്രീമും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഫിറ്റിംഗ് ആയിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ, മാത്തമാറ്റിക്സിന്റെ അല്പം ആപ്ലിക്കേഷനും കമ്പ്യൂട്ടർ ടെക്നോളജിയും ഒക്കെ വരുന്ന മേഖലയുമുണ്ട്, അതും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഡെസ്ക് റിലേറ്റഡ് ജോബ്സ് ഏതൊക്കെയാണ് ഫോർ എ BA ഹിസ്റ്ററി ഗ്രാജുവേറ്റ് എന്നുള്ള കാര്യം കുറെ കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാം. ഏതായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.